ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരു ബ്രെഡ് മസാല ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് വളരെ സ്വാദിഷ്ടമായൊരു ബ്രെഡ് മസാല നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ യൂസ് ചെയ്യാൻ നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ സ്നാക്സ് ആയിട്ട് ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ബ്രെഡ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ആ 2 തക്കാളി അരിഞ്ഞതിൽ നിന്ന് ഒരു 2 സ്പൂൺ തക്കാളി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്കൊരു 10 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളക്, ഒരു 4 വറ്റൽമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം ഇടാനായിട്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 4 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 2 ഏലക്ക, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വെള്ളം ഒന്നും ചേർക്കണ്ട, ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ടൊമാറ്റോ ഉള്ളതുകൊണ്ട് അതിൻ്റെ വെള്ളത്തിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം. ഞാൻ ഇവിടെ എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു 5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിനി അതിനെ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഞാനിവിടെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ട് വേണം ബട്ടർ ഇടാനായിട്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ബ്രെഡ് പീസസ് ഇട്ട് കൊടുക്കാം. 2 സൈഡൊന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദോശക്കല്ല് അങ്ങനെ അടുപ്പി വെച്ചിട്ട് നേരത്തെ ഇതുപോലെ ബട്ടർ ഒഴിച്ച് ഫ്രൈ ചെയ്ത ശേഷം വേണമെങ്കിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കരിഞ്ഞു പോകാതെ നോക്കുക. നമുക്കിനിയിപ്പോൾ ഇവിടെ ഏതാണ്ട് ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി അതേ പാൻ തന്നെ ഒന്നുകൂടെ അടുപ്പി വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാനിവിടെ ഒരു 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന ടൈമിൽ ഞാനിവിടെ 2 സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ സവാള അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഇടുന്ന ടൈമിൽ അതിൽ നിന്നൊരു 2 സ്പൂൺ ഒന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം മാത്രം ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ തക്കാളി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 സ്പൂൺ സവാളയും മാറ്റി വയ്ക്കാം. ഇത് ഞാനിപ്പോൾ ഇത്രയും മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉപ്പും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടണം. ഇപ്പോൾ ഇത് നമ്മുടെ സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ടൊമാറ്റോ എല്ലാം കൂടെ ചേർത്ത് അടിച്ച് വെച്ചിരുന്നില്ലേ, അതിപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ പച്ചമുളകും 4 വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാശ്മീരി റെഡ് ചില്ലി ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വീണ്ടും എരിവ് കൂടുതലായിരിക്കും. അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, കാരണം ഓൾറെഡി എരിവുണ്ട്. ഒരു കളറിന് വേണ്ടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്ന് ഗ്രേവി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ആ മസാലയ്ക്ക് ഒന്ന് കിടന്ന് വേവുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിള വന്ന ശേഷം നമുക്കൊന്ന് ഓഫ് ചെയ്യാം. ഒന്ന് ജസ്റ്റ് ഒന്ന് 1/2 ഗ്ലാസ് വെള്ളം എന്നുള്ള ഒരു 1/4 ഗ്ലാസ് വെള്ളമായിട്ടൊന്ന് കുറുകി കിട്ടുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വീട്ടിൽ തന്നെ തയ്യാർ ചെയ്ത ഗരം മസാലയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അടുത്തതായിട്ട് ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് 2 സ്പൂൺ മാറ്റി വെച്ചിട്ട് വേണം ബാക്കി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ലൊരു തിക്കായിട്ടുള്ള ഈ ഗ്രേവി കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കിനി എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. വളരെ ഈസിയാണ്. ഇനി നമുക്കൊരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന കുറച്ച് ബ്രെഡ്സിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെ ഗ്രേവിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ബ്രെഡ് ഒന്ന് കവർ ചെയ്യുന്നത് പോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ആ ഗ്രേവി ഒന്ന് ഒഴിച്ചു കൊടുക്കുക.
ഇനി അടുത്തായിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന തക്കാളിയും സവാളയും ഒന്ന് അതിൻ്റെ പുറത്തേക്ക് നമുക്കൊന്ന് വിതറി കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കൊടുക്കുകയാണ്. അതുപോലെ കുറച്ച് പുളിയില്ലാത്ത തൈര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വറുത്ത് മാറ്റി വെച്ചിരുന്ന ബ്രെഡ് പീസസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇതുപോലെ ഒന്ന് നമുക്ക് ഇട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മൾ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്യില്ല അതുപോലെ. ഞാനിപ്പോൾ ഇവിടെ ഒരു മുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഓപ്ഷണലാണ്. തൈര് പുളിയുള്ളതാണെങ്കിൽ പിന്നെയും നാരങ്ങ നീര് ഒഴിക്കണ്ട. ഇപ്പോൾ എനിക്കിവിടെ തൈര് പുളിയില്ലാത്തതാണ്, അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ, ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ നല്ലൊരു ഡിഷാണിത്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.